ഈ ശബ്ദത്തെ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ ഈ യൗവന പ്രായത്തിൽ തന്നെ ഇപ്രകാരം ഒരു പരസ്യ സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് താനിത് ധൈര്യത്തോടെ, ബലത്തോടെ, അഭിമാനത്തോടെ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവിക ശക്തി നമുക്കറിയാം. നമ്മുടെ കേരളം വളരെ പ്രകൃതിപരമായും കാലാവസ്ഥാപരമായും മനോഹരമായിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. നമ്മുടെ റോഡുകളും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അതുപോലെ മറ്റ് സാംസ്കാരികമായിരിക്കുന്ന രീതികളിലുമൊക്കെ എല്ലാ രീതിയിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉന്നത നിലവാരം ഉയർത്തുന്ന ഒരു സംസ്ഥാനമത്രേ നമ്മുടെ കേരളം. അതിൽ നമുക്ക് അഭിമാനിക്കാൻ തക്കാൻ കഴിയും. കേരളത്തിന്റെ പരിമിതികളെപ്പറ്റി കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഇലക്ഷനോട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു സത്യമാണെങ്കിലും കേരളം വിട്ട് വടക്കോട്ട് യാത്ര ചെയ്യുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം നമ്മുടെ കേരളത്തിന്റെ മഹിമ അപ്പോഴാണ് മനസ്സിലാകുവാൻ തക്കോണം കഴിയുന്നത്. പലവട്ടം കേരളം വിട്ട് നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലെ യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നാടിന്റെ പവിത്രതയും നമ്മുടെ നാടിന്റെ ശ്രേഷ്ഠതയും പ്രകൃതി ഭംഗിയും റോഡിന്റെ വിദ്യാഭ്യാസത്തിന്റെ മറ്റ് ജാതി മത വർഗവർണ്ണ വ്യത്യാസം തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ഒക്കെ ശ്രേഷ്ഠത നമ്മുടെ കേരളം അനുഭവിക്കുന്ന ശുദ്ധവായു ഒക്കെ അനുഭവിക്കാൻ തക്കോണം കഴിയുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ ഇടുക്കി സ്വദേശി, രാജാക്കാട് സ്വദേശിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊഴിലാളികൾ ഇതുപോലെ സന്ധ്യാസമയത്ത് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ കൊടി പിടിച്ചുകൊണ്ട് അവരെ സമരം ചെയ്യുമ്പോൾ പറയുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, പണി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ സർക്കാർ എന്ന്. അത് വിളിച്ചിട്ടുള്ള ആളുകൾ ഈ എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും കണ്ടേക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വഴിത്താരകളിൽ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊന്നുമില്ല. കാരണം നമുക്കറിയാം നമ്മുടെ നാട് ആ വിധത്തിലൊക്കെ ഉന്നതയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൊഴിൽ ചെയ്യുവാൻ, പണിയെടുക്കുവാൻ മനസ്സുള്ളവർക്ക് നമ്മുടെ കേരളം ഒരു സ്വർഗതുല്യമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് ഓമനപ്പേര് ചൊല്ലി വിളിക്കുന്ന നമ്മുടെ ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന സഹോദരങ്ങള് നമ്മുടെ നാട് തേടി ഇവിടെ വരികയും അവർ അഹോരാത്രം അധ്വാനിച്ച് അവർ ധാരാളം പണം സമ്പാദിച്ച് അവരുടെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്നപ്പോൾ നമ്മൾ കേരളീയനാണ്, കേരളത്തിൽ നിന്നാണ് വരുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ബഹുമാനത്തോടു കൂടിയാണ് അവർ കാണുന്നത്. ആ കേരളത്തെ പറ്റി അവർ ചോദിച്ചറിയുന്നത്, കേരളത്തിന്റെ വിശേഷതയെ പറ്റി ചോദിച്ചറിയുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഈ കേരളം അവർക്കൊന്ന് കണ്ടാൽ മതി, അത്രമാത്രം മനോഹരമാണ്. ഇവിടെ വന്നുപോയിട്ട് തിരിച്ചു പോയിരിക്കുന്ന ആളുകൾ കേരളത്തെ പറ്റി പറയുന്നതെന്ന് കാണുവാൻ തക്ക കഴിയും. അങ്ങനെ എല്ലാ വിധത്തിലും നമ്മുടെ കേരളം ഉന്നത നിലവാരത്തിൽ ഉയരുന്നതെങ്കിലും ഒരു മറുവശമുണ്ട് പ്രിയമുള്ളവര്. ഇന്ന് നമ്മുടെ കേരളം നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അത് ഭീകരവാദ പ്രശ്നമല്ല, അല്ലെങ്കിൽ അന്യ രാജ്യക്കാരുടെ ശത്രുതയല്ല, നക്സൽവാദികളുടെ ശത്രുതയല്ല, മറ്റുള്ളതായിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ളതായ കലാപത്തിന്റെയോ അല്ലെങ്കിൽ വർഗീയതയുടെയോ പ്രതികൂലമല്ല പ്രശ്നങ്ങളല്ല നാം ഇന്ന് കേരളം നേരിടുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറ ഇന്ന് വല്ലാത്ത കെണിയിലകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ ശല്യമാക്കി തരികയാണ്. എന്താണെന്നറിയാമോ, ഇന്ന് വരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ, കേട്ടിട്ടില്ലാത്ത രീതിയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വളരെ ശക്തമായി വരികയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കറിയാം, പ്രായമായി കഴിഞ്ഞവര് പാടത്തോ പറമ്പിലോ പണിയെടുത്തിട്ട് വൈകുന്നേരമായപ്പോൾ ഒരു അന്തിക്കല്ല് കുടിക്കുവാനായിട്ട് ഷാപ്പിൽ പോവുക, അല്ലെങ്കിൽ കല്ല് കുടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നാടൻ ചാരായം ഉണ്ടെങ്കിൽ അതല്പം മേടിച്ച് കുടിച്ചിട്ട് അവർ നാടിപ്പാടി അങ്ങനെ അറിയാതെ വിളിച്ചുകൊണ്ട് അവർ വരുന്നത് ഒരു കള്ളുകുടി എന്ന് കേൾക്കുന്നത് തന്നെ ആ കാലത്ത് അപമാനമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് കള്ളല്ല, കഞ്ചാവല്ല, ബീഡിയല്ല മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളൊക്കെ മാരകമായിരുന്ന അവസ്ഥകൾ നമുക്കറിയാം. 3.5 കോടിയിലധികം വരുന്ന കേരള സംസ്ഥാനത്ത് നമുക്കറിയാമോ 1 കോടിയിലധികം മുഴുക്കുടിയന്മാരാണെന്ന് നമ്മുടെ സർക്കാർ പറയുന്നത്. എനിക്ക് പുറകില് ഇത് മരിയാപുരം പഞ്ചായത്തിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ലഹരി വിമുക്ത കേരളത്തിനായി ഒന്നിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ഈ മരിയാപുരത്തുള്ള പഞ്ചായത്തുള്ള ആളുകൾ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് ആഗ്രഹിക്കുക. ആ
ആഗ്രഹിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് ഇത് നിരോധിക്കാത്തത്, ഈ എക്സൈസുകാർ എന്തുകൊണ്ടാണ് നിരോധിക്കാത്തത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗവൺമെന്റ് നയം നമുക്കറിയാമല്ലോ. അവര് പറയുന്നതും ഞങ്ങൾ പറയുന്നത് ഒന്ന് തന്നെയാണ്. മദ്യ നിരോധനമല്ല ആവശ്യം, മദ്യവർദ്ധനമാണ് ആവശ്യം. ലഹരിക്കുന്നത് വിടുതൽ പ്രാപിക്കുന്നതിൽ വ്യക്തിപരമായി മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവർ, ഞങ്ങൾക്കറിയാം, ഞങ്ങള് പെരുമ്പാവൂരും പ്രത്യേക ഡീഅഡിക്ഷൻ സെന്റർ നടത്തുന്നുണ്ട്. പെരുമ്പാവൂര് മാത്രമല്ല, ചോറ്റാനിക്കരയിലുണ്ട്, ആലപ്പുഴയിലുണ്ട്, വയനാട്ടിലുണ്ട്, ഇപ്പോൾ കൊല്ലം പൊള്ളാച്ചിയില്, തമിഴ്നാടിനോട് ചേർന്ന പൊള്ളാച്ചിയില്, ഇവിടെയെല്ലാം ഇങ്ങനെയുള്ള ഡീഅഡിക്ഷൻ സെന്ററുകൾ നടത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് അവിടെ വൈകിട്ട് ഒരു ദിവസം കടന്നു ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച, കേവലം 20 വയസ്സിന് താഴെയുള്ള 18-19 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ 25ഓളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് പെരുമ്പാവൂരം. ആ ഒരു ചെറുപ്പക്കാരനോട്, ആ കൊച്ചനോട് ഞാൻ ചോദിച്ചു, മോനെ നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ITI പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് പഠിക്കാൻ പോകാൻ കഴിയുന്നില്ല. അവന് കൂട്ടുവന്നിരിക്കുന്നത് അവന്റെ പെറ്റമ്മയാണ്. പ്രിയമുള്ളവരെ ഓർക്കണമേ, സ്വന്തം മകന്റെ ഈ ലഹരിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം ആഗ്രഹിച്ചുകൊണ്ട് പെറ്റ അമ്മ ഈ മറ്റുള്ളവരുടെ കൂട്ടത്തില് അവിടെ ആഴ്ചകളായി വന്ന് താമസിക്കുക. എങ്ങനെയെങ്കിലും ഈ 18 വയസ്സ് പ്രായമുള്ളതായ ഈ യൗവനക്കാരനെ രക്ഷിക്കാൻ തക്കണം. എന്താണെന്നറിയാമോ? നമ്മളാരും വായിച്ചിട്ടില്ലാത്ത, നമ്മളാരും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ളതായ മയക്കുമരുന്നുകൾ, അത് സിറിഞ്ചിലൂടെയായിട്ട്, ലിക്വിഡ് രൂപത്തിലാകട്ടെ, പഞ്ചസാര പോലെ അല്ല കൽക്കണ്ടം പോലെയുള്ളതായ ലഹരി മരുന്നുകള് അവർ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒരു പയ്യനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അവൻ പറയാണ്, ഇത് ഞങ്ങൾ പൊടിക്കുന്നത്, അതേ 2 ATM കാർഡ്, പഴയ ATM കാർഡ് പൊടിച്ചെടുത്തിട്ട് അതിനകത്ത് വെച്ച് തിരുമ്മി പൊഴിച്ചിട്ട് മൊബൈലിന്റെ ഗ്ലാസിൽ വെച്ച് പുതിയ 10 രൂപ നോട്ട് ചുരുട്ടിയെടുത്ത് അതുകൊണ്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റുക. അങ്ങനെ എന്റെ ചേട്ടന്മാരെന്നെ പഠിപ്പിച്ചത്, എന്റെ പൂർവ്വ വിദ്യാർത്ഥികളെ എന്നെ പഠിപ്പിച്ചത്. അവനിങ്ങനെ നടക്കുക. പ്രിയമുള്ളവരെ കേൾക്കണമോ? അത്രമാത്രം മ്ലേച്ഛകരമായിരിക്കുന്ന കൊലപാതകങ്ങൾ പെരുകി വരുന്നു. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ തലമുറ വല്ലാത്തൊരു നാശത്തിലേക്ക്, നാടിന്റെ വാഗ്ദാനങ്ങളായിരിക്കേണ്ട, ഈ നാട് ഭരിക്കേണ്ട, നാടിന് IPS-കാരായി വരേണ്ട, IAS-കാരായി വരേണ്ടതായ എഞ്ചിനീയർമാരായി വരേണ്ട, ഡോക്ടർമാരായി വരേണ്ട മക്കളെ കയ്യോ കാലോ വളരുമെന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെ വീട് പണയം വെച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുവാൻ പറ്റുമെന്നും പണയം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ ലോൺ എടുത്തുകൊണ്ട് കോളേജിലേക്ക്, ഹോസ്റ്റലിലേക്ക് അവരെ പറഞ്ഞു വിടുമ്പോൾ, പ്രിയമുള്ളവരെ, അതെ അവരെ അങ്ങനെയെല്ലാം തിരിച്ചു കിട്ടുന്നത്. അതിൽ നല്ലൊരു പക്ഷം കുട്ടികളും ഈ പാപത്തിന്റെ ഈ ലഹരി അടിമയിലേക്ക് പോകുക. അതിനുവേണ്ടി വിമുക്ത കേരളം എന്ന രീതിയിൽ ഗവൺമെന്റുകൾ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്, സർക്കാരുകൾ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്, പല വകുപ്പുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളാലാഭവും ഞങ്ങളും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 വർഷം കൊണ്ടും അതേ 1000-ൽ താഴെ, അതേ 500-700ഓളം ആളുകള് ഞങ്ങളുടെ സെന്ററുകളിൽ വന്ന് താമസിച്ച് അതിൽ നല്ലൊരു വിഭാഗം ആളുകളെ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. ഞങ്ങളതിനെ നോട്ടീസ് ഇതിന്റെ പുറകിൽ ഈ വിമുക്തിയുടെ ബോർഡിന് താഴെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മാസങ്ങളായെന്ന് എനിക്ക് തോന്നുന്നു അത് ഒട്ടിച്ചു വെച്ചിട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കാമോ? പ്രിയമുള്ളവർ, നിങ്ങളുടെ പരിചയത്തിലുള്ള, നിങ്ങളുടെ ബന്ധത്തിലുള്ള, നിങ്ങളുടെ സ്വന്തത്തിലുള്ള, നിങ്ങളുടെ അയൽപക്കത്തുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരനോ ഒരു പിതാവോ ആരെങ്കിലും ആകട്ടെ, അവര് സ്വയമായിട്ട് ഇതിലേക്ക് അടിമയായി പോയതല്ല. അവരാരും ചീത്തയാകണമെന്നോർത്ത് വന്നതല്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് അധ്യാപകർ ചോദിക്കാറുണ്ട്, മോനെ നീ എനിക്ക് വലുതാകുമ്പോൾ ആരാകണമെന്ന് ആഗ്രഹിക്കുന്നത്? മിക്കവാറും ആൺപിള്ളേർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു കവലയിൽ പ്രസംഗിച്ചു വന്നപ്പോ സ്കൂളിൽ വന്നൊരു കൊച്ചോണ്ട് ചോദിച്ചു, മോനെ നിനക്ക് ആരാകണം? അവൻ ചാടിപ്പറയാണ്, എനിക്ക് പട്ടാളക്കാരനാകണമെന്ന്. പ്രിയമുള്ളവരെ, അതെ പോലീസുകാരനാകണം, പട്ടാളക്കാരനാകണമെന്ന് ആൺപിള്ളേർ പറയാറ്. പെൺപിള്ളേർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ടീച്ചറാകണം, നേഴ്സാകണം എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് വരെ ചോദിച്ചിട്ട് ആരും എനിക്കൊരു കൊലപാതകയാകണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ഇന്ന് വരെ എനിക്കൊരു കഞ്ചാവടിക്കുന്നവനായിത്തീരണം, ഒരു കള്ളുപിടിക്കാനായിത്തീരണം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അവരെല്ലാം നല്ലവരാകണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അവർ എത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അവർ പാപത്തിന്റെ വടികുഴിയിലേക്ക്, അവർ ലോകത്തിന്റെ മധുവഴിയിലേക്ക് പോകുന്നു. സാഹചര്യങ്ങൾ സമ്മർദ്ദത്തിൽ പെട്ടുകൊണ്ട്, ചതിയിലകപ്പെട്ടുകൊണ്ട് പലരും വീണു പോകുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് അവരെ മാതാപിതാക്കളും ഒരു പരിധിവരെ അവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ, എന്നാൽ പരാജയപ്പെടുമ്പോൾ നീ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെറ്റമ്മ പോലും തള്ളിക്കളയുന്ന കാലത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പെറ്റമ്മയുടെ ശക്തമായ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പെങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അമ്മയെ, അതെ അമ്മയെന്ന് തിരിച്ചറിയാതെ ലഹരിയുടെ അടിമത്തപ്പെട്ട് യൗവനക്കാരൻ, ചെറുപ്പക്കാർ, അതെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേര് കേളി പിടിച്ചെന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കേട്ടില്ലേ? എന്താണ് കാരണം? പ്രിയമുള്ളവരെ, ഈ മാരകമായിരിക്കുന്ന ലഹരിയാണ്. അതുകൊണ്ട് ലഹരിയിൽ വിടുതൽ പ്രാപിപ്പാൻ, ലഹരിക്ക് അടിമയായിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ ബോധവൽക്കരണം നടത്തി വരുന്നത്.
നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിതരണം ചെയ്ത ലേഖലേഖയിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾ ബന്ധപ്പെടൂ. തികച്ചും സൗജന്യമായ രീതിയിൽ താമസവും തികച്ചും സൗജന്യമായ രീതിയിൽ ഭക്ഷണവും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പെങ്ങം, നിങ്ങളുടെ അനിയന്മാരെ, നിങ്ങളുടെ സഹോദരന്മാരെ, നിങ്ങളുടെ പിതാക്കന്മാരെ സഹായിപ്പാൻ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ തയ്യാറാണ്. അതിനുവേണ്ടി പണം കൊടുക്കാൻ തയ്യാറാണ്. എന്തിനാണെന്നറിയാമോ? എനിക്ക് മുമ്പേ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ലേ, അവനെ അനുഭവിക്കുന്ന സന്തോഷം, അതുപോലെയുള്ള സന്തോഷം നിങ്ങളും അനുഭവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പ്രിയമുള്ളവരെ, അദ്ദേഹം പറഞ്ഞ മാർഗമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഇതെന്താണ് മനുഷ്യൻ പ്രകാരം പോകുന്നത്? അതൊറ്റ കാണുമേ ഉള്ളൂ. അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, ഹൃദയത്തെ അന്തർഭാഗത്ത് അടിഞ്ഞുകൂടിക്കുന്ന പാപം എന്ന ഒരു ഫലമാണ്. ആ പാപം അകത്ത് കിടക്കുന്നിടത്തോളം അവൻ ഇതിലേക്കല്ലാതെ പോകത്തില്ല. എന്തുകൊണ്ടാ? നന്മ കിടക്കുമ്പോൾ തിന്മയിലേക്ക് പോകുന്നത്, വെളിച്ചമുള്ളപ്പോൾ ഇരുട്ടിലേക്ക് പോകുന്നത്, നല്ലതുള്ളപ്പോൾ ചീത്തയിലേക്ക് പോകുന്നത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ. അവന്റെ അന്തരാത്മാവിൽ, അവന്റെ ഹൃദയത്തെ അന്തർഭാഗത്തിൽ പാപം കിടക്കുന്നത് കൊണ്ട്. പാപം എന്ന പദമെന്ന് പറയുമ്പോൾ പലപ്പോഴും സുവിശേഷത്തിന് മാത്രം പദമല്ല, പാപം ലോകത്തിലുള്ള സകല മതങ്ങളിൽ പറഞ്ഞ് വൈകിട്ടൊരുങ്ങിയ പദമാണ് പാപം. പാപമില്ലാത്ത ആരുമില്ല. വിശുദ്ധ വേദപുസ്തകങ്ങളിൽ നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ടും. ഹൈന്ദവ സഹോദരന്മാര് പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടുണ്ട്, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപ സംഭവമെന്ന് പറഞ്ഞാൽ പാപത്തിൽ ഞാൻ ജനിച്ചു, പാപത്തിൽ ഞാൻ ജീവിക്കുന്നു, പാപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഹൈന്ദവ വേദത്തിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതങ്ങളിലും എല്ലായിടത്തും പറയുന്നത് പാപമാണ് സകല മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണം. ഈ പാപത്തിൽ വിടുതൽ പ്രാപിപ്പാൻ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ ഒരുപക്ഷെ ചുരുക്കം പേരെങ്കിലും പറഞ്ഞേക്കാം ഇതൊരു മതപ്രസംഗമെന്ന്. അല്ലേ അല്ല, ഞങ്ങൾ മതത്തിന്റെ ആളുകളല്ല, മതപരിവർത്തനമല്ല ലക്ഷ്യം, മതത്തിന്റെ വക്താക്കളുമല്ല, മതത്തെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിക്കും ഒന്നേ ഉള്ളൂ, അതേ കർത്താവായ യേശുവിനെ. യേശു ക്രിസ്തുവിനെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എന്താണ് സുവിശേഷം? ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സുവിശേഷം എന്താണ്? സുവിശേഷത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. ഒന്നും യേശുവിന്റെ ജനനമാണ് സുവിശേഷം, യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം, യേശുവിന്റെ മരണമാണ് സുവിശേഷം, യേശുവിന്റെ വളർച്ചയാണ് സുവിശേഷം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് സുവിശേഷം. നിസ്സാരപത്തിൽ ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിൽ മടങ്ങുമെന്നാൽ നിങ്ങളുടെ സകല പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ, നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ, നിങ്ങൾ നശിച്ചു പോകുന്ന തലമുറയ്ക്ക് രക്ഷപ്പെടായിപ്പാൻ നല്ലൊരു മാർഗം കാണിപ്പാൻ നിങ്ങൾക്കിടയായി തീരും. എനിക്ക് മുന്നമേ പറഞ്ഞ ആ സഹോദരൻ പറഞ്ഞത് കേട്ടില്ലേ? അവന്റെ യൗവനത്തിന്റെ ആരംഭത്തിൽ അവൻ ഈ സത്യം കണ്ടുപിടിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. അതുകൊണ്ട് അവൻ നല്ലൊരു പിതാവായിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്കും നല്ല ഭർത്താവാണ്, അവന്റെ മക്കൾക്ക് നല്ലൊരു പിതാവാണ്, അവന്റെ പെറ്റമ്മയ്ക്ക് നല്ലൊരു മകനാണ്. അവനെക്കാത്ത അമ്മ കണ്ണുനീര് കുറയ്ക്കണ്ട. പ്രിയമുള്ളവരെ, ഇതേ സമയത്ത് എത്രയോ വീടുകളിൽ അയ്യോ എന്റെ മകൻ തിരിച്ചു വരാത്ത എന്താ, ആരുടെ കത്തുമനയില കയറിയെന്നറിയാമോ, ആരുമായിട്ട് വടക്കടിക്കുന്നറിയാമോ, അവനെ കാണാനില്ലെന്ന് എത്രയോ അമ്മച്ചമാർ നിലവിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആകയാൽ നിങ്ങൾക്ക് സമാധാനത്തെ കിടന്നിറങ്ങുവാൻ, തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, പാപവേദിയും വിടുതൽ പ്രാപിപ്പാൻ, നന്മ ദേശത്തിൽ നന്മയായി തീരുവാൻ, നല്ലൊരു രാജ്യസ്നേഹിയായി തീരുവാൻ ദൈവമായി കത്താൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവിന്റെ ദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.